ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവും കൊണ്ട് തോരനാണ്. ഇത് അധികവാരും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കുക, അത് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കുക. എന്നിട്ട് ഓരോ ഇതളായിട്ട് അടർത്തിയെടുത്ത് അത് മുറിച്ചെടുത്താൽ മതി. ഒരുപാട് കുഞ്ഞാക്കി മുറിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് 2-3 കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്ത് വെക്കുക. നമ്മൾ ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഏത് പാത്രമാണ് എടുക്കുന്നത് അത് ഗ്യാസിലോട്ട് വെക്കുക. അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിച്ച്. ഒരു വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ശകലം നമ്മൾ ദോശയ്ക്കൊക്കെ ഇടുന്ന ഉഴുന്നുണ്ടല്ലോ, ആ ഉഴുന്നൊരു ശകലം നമ്മളിനകത്ത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചത് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ശകലം ഉഴുന്നും കൂടെ പൊട്ടിക്കുന്നുണ്ട്. ഒരു പിടി മതി. അത് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ആവശ്യമായ കറിവേപ്പില ഇടുക. അതിനകത്തോട്ട് തന്നെ കുറച്ച് വറ്റൽമുളക് മുറിച്ചിടുക. പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞൊരു സവാള വെച്ചിട്ടുണ്ട്, ആ സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇടാത്തതിന് കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇത് വേവൊന്നും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി. ഇനി ഇത് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങായും കൂടെ ഇടുകയാണ്. തേങ്ങായും കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുക. എരിവിന് ഞാൻ ചേർക്കുന്നത് മുളകല്ല കേട്ടോ, മീറ്റ് മസാലയാണ്. മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തൊരു പച്ചമുളക് ഇട്ടാലും മതി. ഒരു 2 സ്പൂണ് കണക്കാക്കി ഞാനിതിനകത്ത് മീറ്റ് മസാല ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഇതിലേക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടെ ചേർത്ത് ഒരു മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം പെട്ടെന്ന് തന്നെ നമ്മളിത് വഴറ്റിയതുകൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇനി ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് ഇളക്കിയാൽ മാത്രം മതി, മൂടി വെച്ച് വേവിക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് കേട്ടോ. പക്ഷേ ചെമ്പരത്തിയുടെ ക്വാണ്ടിറ്റി കുറേ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് പേരൊക്കെയുള്ള വീട്ടിലാണ് നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ചുള്ള ഒരു 10-12 ചെമ്പരത്തിപ്പൂവിൻ്റെ പൂവേ ഉള്ളൂ കേട്ടോ. ചെമ്പരത്തിപ്പൂവും ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കുക. മൂടി വെക്കുകയൊന്നും വേണ്ട, വലിയ കാമ്പുള്ള കഷ്ണമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ അത് ഓപ്പൺ ചെയ്ത് ഞാൻ ഇളക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതായി വരും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സ്വാദിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി, നല്ല ടേസ്റ്റി തോരനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.